ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ ഈ വീഡിയോയിൽ ഞാൻ ലാസ്റ്റ് ഇയർ ഞാൻ കീം എഴുതിയപ്പോൾ ഉണ്ടായ എൻ്റെ എക്സാം പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ എൻ്റെ മിസ്റ്റേക്സോൾ കീം എഴുതിയപ്പോൾ ഞാൻ കഴിഞ്ഞിട്ടാണ് കീമിന് ഫോക്കസ് ചെയ്തത്. സോ അപ്പോൾ എന്താ മിസ്റ്റേക്സോൾ ഉണ്ടായത്, പിന്നെ എൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ഞാൻ ഇപ്പോൾ റിപ്പീറ്റിംഗ് കഴിഞ്ഞിട്ട് റിപ്പീറ്റിംഗ് ആണ് ചെയ്യുന്നത്. സോ എൻ്റെ പ്രിപ്പറേഷൻസ് ഇപ്പോൾ എങ്ങനെ പോകുന്നു, റിപ്പീറ്റിംഗ് ചെയ്യാണ്ടായ കാരണങ്ങൾ എന്തൊക്കെയാണെന്നാണ് ഞാൻ എന്നെ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അതുപോലെ തന്നെ നിങ്ങൾക്കും അതിൽ കുറേ ഹെൽപ്ഫുൾ ആവുന്ന കാര്യങ്ങളുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ ഞാൻ ഫസ്റ്റ് എക്സാമിൻ്റെ ലാസ്റ്റ് ഇയർ എൻ്റെ പ്രിപ്പറേഷൻസ് എങ്ങനെയാണെന്നുള്ള ഒരു കാര്യത്തിലേക്കാണ് കടക്കാനായിട്ട് പോകുന്നത്. പിന്നെ എൻ്റെ ലാസ്റ്റ് ഇയർ എങ്ങനെ പ്രിപ്പറേഷൻസ് പോയി എന്ന് വെച്ചാൽ, ഫസ്റ്റ് +2 എക്സാം കഴിഞ്ഞിട്ട് ഞാൻ കീം എക്സാം എഴുതാൻ പോയി. വിത്തൗട്ട് പ്രിപ്പറേഷൻസാണ് പോയത്. ചുമ്മാ പോയി എഴുതി പോന്നു. എനിക്ക് ഒന്ന് 37,000+ ആണ് റാങ്ക് ഉണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ശേഷം ഞാൻ സൈലത്തിൽ JEE ബാച്ചിന് ജോയിൻ ചെയ്തു. JEE ബാച്ചിന് ജോയിൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് ഒരു മിഡ് ഒക്കെ വരെ നന്നായിട്ട് പഠിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഓഗസ്റ്റ് മിഡ് ആയപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഒരു ബിസിനസ്സിൽ എന്നെ ഇൻവോൾവ് ആക്കി. അപ്പോൾ അങ്ങനെ എൻ്റെ അതിന് ഒരുപാട് സമയം അങ്ങനെ പോയി. പിന്നെ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇടയ്ക്ക് വിളിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ എൻ്റെ ഒരുപാട് സമയം പോയി. അപ്പോൾ അതിൻ്റെ ഒരു ഡിസംബർ വരെ ഈ ഒരു ഇതിലായിരുന്നു, ഈ ഒരു പഠിത്തം എൻ്റെ ഇടയിൽ ഇപ്പോൾ ഇങ്ങനെ വിളിക്കും, ഇപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് പോകും. അങ്ങനെയൊക്കെ ആയിരുന്നു എൻ്റെ പ്രിപ്പറേഷൻസ് പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഡിസംബർ വരെയൊക്കെ എൻ്റെ അങ്ങനെ തന്നെ ആയിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറ്റില്ലാന്ന് അത്രയും റോങ് ആയി. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടായിരുന്നു ഡിസംബർ കഴിഞ്ഞു. ഇപ്പോൾ ഞാൻ അതിൽ എനിക്ക് ആ ടൈമിൽ എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. അപ്പോൾ ഡിസംബറൊക്കെ ആയപ്പോൾ പിന്നെ ഞാൻ പറ്റില്ല പറഞ്ഞു പോന്നു. അതുവരെ എനിക്ക് ഓക്കെ പിന്നെ എനിക്കൊരു ടൈം ആയപ്പോൾ കിട്ടില്ല എന്നുള്ളൊരു മൈൻഡിലേക്ക് ആയി. പിന്നെ കീം എങ്ങനെയും എഴുതിയെടുക്കുക എന്നുള്ള രീതിയിൽ ഞാൻ അതുമായിട്ട് അങ്ങനെ മുമ്പോട്ട് പോയതാണ്. അപ്പോൾ പിന്നെ അത് ഡിസംബർ ആയപ്പോൾ പിന്നെ ഞാൻ നോ പറഞ്ഞു പോന്നു. ഇനി പറ്റില്ല, ഇനി പഠിക്കാണ്ട് പറഞ്ഞു പോന്നു. പക്ഷെ എനിക്കിപ്പോൾ അതിൽ റിഗ്രറ്റിങ് കാര്യങ്ങളൊന്നും ഇല്ല. ഇപ്പോൾ കഴിഞ്ഞ റിപ്പീറ്റിങ് ചെയ്യാണ്. ഒന്നും അതിൽ പോയോണ്ട് എനിക്കിപ്പോൾ വീട്ടുകാരെ സഹായിച്ചു എന്നുള്ള രീതിയിൽ എൻ്റെ ഒരു വർഷം പോയി. എനിക്ക് വലിയ റിഗ്രറ്റിങ് ആയിട്ട് തോന്നുന്നില്ല. സോ ഭാവിയിൽ തോന്നുന്നു അറിയില്ല, ഇപ്പോൾ എനിക്ക് തോന്നുന്നില്ല. സോ അങ്ങനെയായിരുന്നു ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്നു. അങ്ങനെ ഡിസംബർ ആയപ്പോൾ പിന്നെ ഞാൻ അതൊക്കെ നിർത്തി എന്ന് പറഞ്ഞാൽ നിർത്തിച്ചു. അങ്ങനെ പോകുന്നു, പറ്റില്ല പറഞ്ഞ് പോകുന്നു. ആ പോട്ടെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ എന്താ പറയുക, JEE ഫോക്കസ് ചെയ്തു. എൻ്റെ ഫിസിക്സും കെമിസ്ട്രി ഞാൻ നല്ലപോലെ പഠിച്ചു. കെമിസ്ട്രി നന്നായിട്ട് പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഫിസിക്സ് ഞാനൊരു കുഴപ്പമില്ലാത്ത നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് പഠിച്ചു. ഞാൻ മാത്സ് ഒന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ മെയിൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻസ് എക്സാം ഞാൻ അറ്റൻഡ് ചെയ്തു. മെയിൻസിൽ എനിക്ക് തോന്നുന്നു ഒരു 70+ അങ്ങനെയായിരുന്നു പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. വലിയ കാര്യമൊന്നുമില്ല, പ്രിപ്പറേഷൻസും വലിയ കാര്യമായിട്ടുണ്ടായിരുന്നില്ല. സോ പിന്നെ ഞാനങ്ങനെ മെയിൻസ് കഴിഞ്ഞപ്പോൾ എന്താ ഓഫ് കോഴ്സ് കീം എന്നുള്ള ഓപ്ഷനാണ് ഉണ്ടായിരുന്നത്. സോ പിന്നെയാണ് ഞാൻ മെയിൻസ് കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ കീമിന് ഫോക്കസ് ചെയ്യാന്ന് വെച്ച് മെയിൻസ് എക്സാം കഴിഞ്ഞു. പിന്നെ ഒരു 2-3 ദിവസമാണ് ബ്രേക്ക് എടുത്തു ഞാൻ ഫ്രഷ് ആയിട്ട് കീമിന് പഠിക്കാമെന്ന് വെച്ചിട്ട്. പിന്നെയാണ് എൻ്റെ കീം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. എൻ്റെ കീം പ്രിപ്പറേഷൻസ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്നത് വെച്ചാൽ ഒരു ഫെബ്രുവരി ഒരു മിഡൊക്കെ ആവുന്നത് കൂടിയിട്ടാണ് കീം പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്തത്. കീം എക്സാം ലാസ്റ്റ് ഇയർ ഉണ്ടായിരുന്ന April 24-നൊക്കെയാണ് കീം എക്സാം സ്റ്റാർട്ട് ചെയ്തത്. സോ അങ്ങനെ ആ ടൈമായപ്പോൾ പ്രിപ്പറേഷൻ തുടങ്ങി. ഫിസിക്സിൽ കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. പിന്നെ മെയിൻസ് കഴിഞ്ഞപ്പോൾ ഒരു ചെറിയ ബ്രേക്ക് എടുത്ത കാരണം ചെറുതായിട്ടൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഫെബ്രുവരി ഉണ്ടാകുമ്പോഴത്തേനെ തുടങ്ങിയിട്ടാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ മാത്സ് നന്നായിട്ട് ഫോക്കസ് ചെയ്യാൻ തുടങ്ങി. മാത്സ് ഒരു ചാപ്റ്റർ അറിയുണ്ടായിരുന്നില്ല. അപ്പോൾ മാത്സ് ആയിരുന്നു എൻ്റെ എന്താ പറയുക ഏറ്റവും വീക്ക്. കീമിലെ ഏറ്റവും ഹൈ സ്കോറിങ് മാത്സുമാണ്. അങ്ങനെ മാത്സ് ഞാൻ എല്ലാ പാടും പഠിച്ചെത്തിച്ചു. അതാണ് ഒരു മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ. എന്താ പറയുക, നിങ്ങൾക്കിപ്പോൾ അങ്ങനെ ഒരു ഇതാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും വെയിറ്റേജുള്ള ചാപ്റ്റർ പഠിച്ച് സ്ട്രോങ് ആക്കിയിട്ടായിരുന്നു മറ്റേത് പഠിക്കേണ്ടിയിരുന്നു. ഞാൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ എല്ലാ ചാപ്റ്ററും ഫസ്റ്റ് ടൈം ഞാൻ 1 ഷോട്ട് സൈലം XPL എന്ന് പറയുന്ന ബാച്ചിൽ ഓൾറെഡി ഞാൻ JEE ബാച്ചിൽ കാരണം അതിന് ആക്സസ് ഉണ്ട്. സോ അതിൻ്റെ 1 ഷോട്ടൊക്കെ കണ്ട് എല്ലാ ചാപ്റ്ററിൻ്റെയും 1 ഷോട്ട് കണ്ടു. അങ്ങനെയൊക്കെ ആയപ്പോൾ തന്നെ ഒരു മാർച്ചൊക്കെ ആയിട്ടുണ്ടാവും. മാർച്ച് ആയിട്ട് ഉണ്ടാവും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം
15 ദിവസം കൊണ്ടൊന്നും മൊത്തം എത്തിയിട്ടുണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ മാർച്ചൊക്കെ ആയിട്ടുണ്ടാവും. പിന്നെ മാത്സിൻ്റെ പിന്നാലെ തന്നെയാണ് കൂടുതൽ ഇരുന്നത്. ഫിസിക്സും കുറച്ച് ചാപ്റ്റേഴ്സ് പെൻഡിങ് ഉണ്ടായിരുന്നു. കെമിസ്ട്രി പക്കാ സ്ട്രോങ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഫിസിക്സും പഠിച്ചു പോയി, മാത്സൊക്കെ പഠിച്ചു പോയി. അങ്ങനെ റിവിഷൻ്റെ ടൈം ആയപ്പോൾ ഫിസിക്സും കെമിസ്ട്രിയും മൈൻഡിലുണ്ട്, മാത്സ് ഒട്ടും മൈൻഡിലില്ല. അപ്പോൾ അങ്ങനെ വളരെ ടെൻഷനായി. എന്താ ഞാൻ വിചാരിച്ചു, ഞാൻ കീമിന് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എൻ്റെ ഒരു മൈൻഡിലുണ്ടായിരുന്ന കോളേജാണ് GC തൃശ്ശൂർ. ഞാൻ തൃശ്ശൂരാണ് വീട്. അപ്പോൾ എൻ്റെ വീട് തൃശ്ശൂരാണ്. അപ്പോൾ GC തൃശ്ശൂർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കിട്ടുന്നുള്ള രീതിയിലായിരുന്നു ഞാൻ പ്രിപ്പറേഷൻസ് തുടങ്ങി. അപ്പോൾ മാത്സ് കയ്യിൽ നിന്ന് പോയപ്പോൾ തന്നെ എനിക്ക് വളരെ ടെൻഷനായി. കാരണം GC തൃശ്ശൂരൊക്കെ മെക്കാനിക്കൽ കിട്ടുമെങ്കിൽ 5000 റാങ്കിൻ്റെ അടിയിലേക്ക് വരുന്ന റാങ്ക്. അപ്പോൾ എനിക്ക് ആകെ സീനായി. അങ്ങനെ കീം എക്സാമിൻ്റെ 2-3 ദിവസമൊക്കെ മുമ്പ് വളരെ ടെൻഷനായിരുന്നു. മാത്സിനും എനിക്ക് ഞാൻ പഠിച്ച ചാപ്റ്റേഴ്സൊക്കെ ആണെങ്കിൽ വളരെ വെയിറ്റേജ് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന കുറവുള്ള ചാപ്റ്റേഴ്സും. അപ്പോൾ ഒരു ഫിസിക്സ് കെമിസ്ട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, മാത്സ് ഒട്ടും ഉണ്ടായിരുന്നില്ല മൈൻഡിൽ. അപ്പോൾ ആ ഒരു രീതിയിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒക്കെ കൂടി പഠിച്ച കാരണം റിവിഷൻ്റെ നേരത്തും ഏത് ചാപ്റ്ററാണ് നോക്കണ്ടോ ഓരോ ചാപ്റ്ററിനും കുറച്ചറിയാം എന്നുള്ള രീതിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയി മാത്സ് ലാസ്റ്റ് ഇയർ. അപ്പോൾ അങ്ങനെ എനിക്ക് അറിയായിരുന്നു കയ്യിൽ നിന്ന് പോയിന്ന്. പക്ഷെ എന്നാലും നമ്മൾ ലാസ്റ്റ് ഒരു ഇതിൽ മാത്സ് കുറേയൊക്കെ പഠിക്കാൻ പറ്റുന്ന പോലെയൊക്കെ പഠിച്ചു. എന്നിട്ട് നമുക്കൊരു കാൽക്കുലേഷൻ ഉണ്ടാവില്ലേ, റഫ്. അങ്ങനെ ഒരു ഫിസിക്സ് കെമിസ്ട്രിയും ഓൾമോസ്റ്റ് ഫുള്ള് ചെയ്യാം. ഇപ്പോൾ 75 ക്വസ്റ്റ്യൻ ഒരു 65 ചെയ്യാം. അപ്പോൾ 65 മാത്സിന് എങ്ങനെ പോയാലും ഒരു 10-20 ചെയ്യാന്നുള്ള രീതിയിലൊക്കെ പോയത്. അപ്പോൾ തന്നെ നല്ല റാങ്ക് കിട്ടുന്നുള്ള രീതിയിൽ ഒരു 10,000 അടിയിലേക്കൊക്കെ റാങ്ക് എത്തിക്കുക എന്നുള്ള രീതിയിലൊക്കെയാണ്. അപ്പോൾ നമ്മൾ റഫ് കാൽക്കുലേഷനിലാണ് നമ്മൾ പോണത്. പിന്നെ അങ്ങനെയാണ് പിന്നെ എക്സാമിൻ്റെ ദിവസം വന്ന് കീം എക്സാമിൻ്റെ അന്ന് കീം എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ ഫിസിക്സ് കെമിസ്ട്രി വിചാരിച്ചത്ര സ്കോർ ചെയ്യാൻ പറ്റിയില്ല. എന്നാലും നന്നായി സ്കോർ ചെയ്തു, കുഴപ്പമില്ല, നല്ലൊരു സ്കോർ ചെയ്തു. മാത്സിൽ ഞാൻ കുറച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ചോദിച്ചപ്പോൾ ഒരു 8, അവരൊന്നും വീഡിയോ കാണുന്നുണ്ടാവില്ല, 8 ക്വസ്റ്റ്യനൊക്കെ ചെയ്തു എന്നാണ് ഞാൻ പറഞ്ഞത്. വളരെ കുറവായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ 8-9 ചെയ്തു എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു മൈൻഡിൽ 3-4 മാക്സിമം ചെയ്തിട്ടുള്ളൂ. മാത്സിൽ ഒന്നാമത്തെ അതിന് ടൈം കിട്ടിയില്ല. പക്ഷേ മാത്സിന് കിട്ടില്ല എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു മനസ്സിൽ. ക്വസ്റ്റ്യൻസൊക്കെ കുറേ തപ്പിയിട്ടാണ് പറ്റാവുന്നൊരു 2-3 ചെയ്തു പോയി. അതിൽ ഒരെണ്ണം തെറ്റി തോന്നുന്നു, പിന്നെ 2-3 ശരിയായി തോന്നുന്നു. കൂടിപ്പോയ 4 അതിൻ്റെ അപ്പുറം പോയിട്ടില്ല. അപ്പോൾ അങ്ങനെയായിരുന്നു ലാസ്റ്റ് ഇയർ മാത്സ് വിഷയം ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങളിപ്പോൾ മാത്സ് എന്താ പറയുക, JEE എക്സാം കഴിഞ്ഞിട്ട് മാത്സ് JEEക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റില്ല എന്ന് വിചാരിച്ചിട്ട് മാത്സ് പഠിക്കാതിരുന്നിട്ട് എന്താ പറയുക, ജനുവരിയിലത്തെ സെഷൻ കഴിഞ്ഞിട്ട് മാത്സിന് ഫോക്കസ് ചെയ്യാന്ന് വെച്ചാൽ നിങ്ങൾക്കും ഇതേ പ്രശ്നമാണ് ഉണ്ടാവുക. മാത്സ് ഇപ്പോൾ ജനുവരി സെഷനിൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിലും മാത്സ് പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ മാത്സ് കീമാണ് ലക്ഷ്യമെങ്കിൽ പഠിച്ചു പോവുക. അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പണി കിട്ടും മാത്സിൻ്റെ കേസിൽ. ഇനി അത് റിപ്പീറ്റിങ് ചെയ്യാണ്ടായ കാരണമാണ് പറയുന്നത്. അതിലൊരു കാരണം ഞാൻ പറഞ്ഞു കഴിഞ്ഞു, മാത്സ് നന്നായിട്ട് കുറഞ്ഞുകൊണ്ട് തന്നെ റാങ്ക് നന്നായിട്ട് കുറയുന്ന അറിയായിരുന്നു. അപ്പോൾ അങ്ങനെ എക്സാമിന് റിസൾട്ട് വന്നു, നോർമലൈസ്ഡ് മാർക്ക് വന്നു, ബോർഡ് മാർക്ക് ആഡ് ചെയ്തു, ഫസ്റ്റ് റാങ്ക് ലിസ്റ്റ് വന്നു. എനിക്ക് ഫസ്റ്റ് റാങ്ക് ലിസ്റ്റിൽ 16,500 സംതിങ് ആയിരുന്നു റാങ്ക്. 5,000-ൻ്റെ അടിയിൽ കിട്ടുമെന്ന് വിചാരിച്ച് പഠിച്ചു തുടങ്ങി. അപ്പോൾ റാങ്ക് പരീക്ഷ കഴിഞ്ഞ് റാങ്ക് വന്നപ്പോൾ 16,500 സംതിങ് ആയിരുന്നു. പിന്നെ അപ്പോൾ ആ ഒരു പ്രതീക്ഷയിൽ ഞാൻ മെക്കാനിക്കല് വേറെ എന്തെങ്കിലും കോളേജസിൽ നോക്കാം. പിന്നെ അങ്ങനെ അവസാനം തൃശ്ശൂർ തന്നെ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ജോയിൻ ചെയ്യാമെന്ന് വെച്ചു. കിട്ടും, റാങ്ക് കോളേജിൽ അഡ്മിഷൻ കിട്ടും എന്നുള്ള ഉറപ്പുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അങ്ങനെ വീണ്ടും റാങ്ക് ലിസ്റ്റിൻ്റെ ഓരോ പ്രശ്നങ്ങൾ കാരണം രണ്ടാമത് വീണ്ടും റാങ്ക് ലിസ്റ്റ് കിട്ടും. അപ്പോൾ അതിൻ്റെ റാങ്ക് 21,000 സംതിങ് ആയി. അപ്പോൾ തന്നെ മൈൻഡ് ആകെ ഡള്ളായി. അപ്പോൾ GC പ്രൊഡക്ഷനും കിട്ടില്ല. പിന്നെ എനിക്ക് കിട്ടിയിരുന്നു NSS മെക്കാനിക്കല്. പക്ഷെ എനിക്ക് ആ കോളേജ് ഒരു താല്പര്യം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ കൊടുക്കാതിരുന്നത്. എനിക്ക് അവിടെ പോകണമെന്ന് വലിയ താല്പര്യമില്ല. പിന്നെ അവിടെ പോയ ഫ്രണ്ട്സും പറയുന്നത് നെഗറ്റീവാണ് പറയുന്നത് കോളേജിനെ പറ്റിയിട്ട്. അപ്പോൾ അതേ പിന്നെ അറിയുന്ന താല്പര്യമുള്ളവർക്ക്. സോ അങ്ങനെ പിന്നെ അതാണ് മെയിനായിട്ട് റിപ്പീറ്റിങ്ങിന് പോകാനുള്ള കാരണം. വിചാരിച്ച കോളേജിൽ കിട്ടിയില്ല. അറ്റ്ലീസ്റ്റ് GC പ്രൊഡക്ഷനെങ്കിലും കയറാമെന്ന് വെച്ചു, അതും കിട്ടിയില്ല. അതൊരു റീസണാണ്. പിന്നെ ലാസ്റ്റ് ഇയർ ഇങ്ങനെ ഓരോ ബിസിനസ്സും കാര്യങ്ങൾക്കും കൊണ്ടുപോയ കാരണം, ആളുടെ ഓരോ കാര്യങ്ങൾക്ക് കൊണ്ടുപോയ കാരണം വീട്ടുകാർക്കും കുഴപ്പമുണ്ടായിരുന്നില്ല. റിപ്പീറ്റിങ് വേണമെങ്കിൽ ഒന്നുകൂടി ചെയ്തോ
റിപ്പീറ്റിങ് ചെയ്ത് ലാസ്റ്റ് അവസരമാണെങ്കിൽ കിട്ടിയാൽ കയറിപ്പോ, അല്ലെങ്കിൽ ലാസ്റ്റ് എവിടെ കിട്ടില്ലെങ്കിൽ അടുത്തോളം അവിടെ കയറിപ്പോ എന്ന് പറഞ്ഞു. സോ അങ്ങനെയാണ് ഞാൻ റിപ്പീറ്റിങ്ങിന് ചേരാനുണ്ടായിട്ടുള്ള 2 കാരണങ്ങളാണ് ഇത് രണ്ടും. സോ അതിൽ മെയിൻ മിസ്റ്റേക്ക് ഞാൻ എപ്പോഴും ബിസിനസിൻ്റെ കേസ് വിട്ട് എന്നാലും എനിക്ക് സമയം ഉണ്ടായിരുന്നു പഠിക്കാൻ. പക്ഷേ മാത്സ് ഞാൻ ഇതിനിടയിൽ കുറേയൊക്കെ ഒഴിപ്പി പോയിട്ടുണ്ടാവില്ല, നിങ്ങൾക്ക് അറിയാമല്ലോ. പിന്നെ മാത്സ് ഫോക്കസ് ചെയ്തില്ല, അതാണ് ഏറ്റവും വലിയ മിസ്റ്റേക്ക്. സോ ഈ മിസ്റ്റേക്ക് ആവർത്തിക്കാതിരിക്കുക. അത് മാത്സ് നന്നായിട്ട് ഇപ്പോഴന്നെ പഠിച്ചു പോവുക, അല്ലെങ്കിൽ ലാസ്റ്റൊക്കെ ആകുമ്പോൾ പണി കിട്ടും. ഇപ്പോഴന്നെ പഠിച്ചു പോയിട്ട് തന്നെ മാത്സ് എവിടെ എത്തുന്നില്ല എൻ്റെ. അപ്പോൾ 2 മാസം കൊണ്ടൊന്നും ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല മാത്സ്. സോ ഇപ്പോഴന്നെ പഠിച്ചു പോവുക, നല്ല റാങ്ക് കിട്ടണമെങ്കിൽ. സോ ഇത്തരമുള്ള വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.